ഇന്ന് നമ്മളൊരു സ്വീറ്റ് ആയിട്ടുള്ള മാങ്ങച്ചാറിൻ്റെ റെസിപ്പിയാണ് നോക്കാൻ പോകുന്നത്. ഇതിന് ആവശ്യമുള്ള സാധനങ്ങളാണ് നല്ല ചെറുതായി അരിഞ്ഞെടുത്ത മാങ്ങ, അതുപോലെ തന്നെ നല്ലെണ്ണ, സുർക്ക, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റാക്കിയത്, ഉലുവയും കടുകും വറുത്ത് പൊടിച്ചത്. ഇനി നമ്മൾ നുറുക്കിയ മാങ്ങ ചട്ടി ചൂടാൻ ശേഷം നല്ലെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് കൂടി പേസ്റ്റ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കുക. അത് ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയോട് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് അച്ചാർ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ച കടുകും ഉലുവയും പൊടിയും കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ സുർക്ക ഒഴിച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക. അതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2-3 അച്ച് ശർക്കര ഉരുക്കി വെച്ചതാണ്. ഇനി നമ്മൾ നുറുക്കി കല്ലുപ്പ് ഇട്ട് വെച്ച മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ സ്വീറ്റായിട്ടുള്ള നല്ലൊരു മാങ്ങാച്ചാറാണ് റെഡിയായത്. ചെറുതായിട്ട് എരിവും ഉണ്ടാവും. നല്ല എരിവ് വേണ്ടവർക്ക് കുറച്ചും കൂടി മുളക് പൊടി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം.